ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ടോപ്പ് കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമകൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 10ാം സ്ഥാനത്തുള്ളത് 2016 പുറത്തിറങ്ങിയ PS രഞ്ജിത്ത് സംവിധാനം ചെയ്ത് രജനീകാന്ത്, വിൻസ്റ്റൺ ചാവോ, രാധിക അപ്തെ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ കബാലി എന്ന മൂവിയാണ്. 16.5 കോടി രൂപയായിരുന്നു ഇതിന്റെ കേരളത്തിലെ കളക്ഷൻ. 9ാം സ്ഥാനത്തുള്ളത് 2023 പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവം 2 ആണ്. മണിരത്നം, ശ്രുതി ഹരിഹര സുബ്രഹ്മണ്യൻ എന്നിവരുടെ സംവിധാനത്തിൽ വിക്രം, കാർത്തി, ജയം രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഈ സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ 18.5 കോടി രൂപയായിരുന്നു. 8ാം സ്ഥാനത്തുള്ളത് അറ്റ്ലി സംവിധാനം നിർവഹിച്ച 2017 പുറത്തിറങ്ങിയ മെഴ്സലാണ്. ജോസഫ് വിജയ്, നിത്യമേനോൻ, SJ സൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിരുന്ന ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 19 കോടി രൂപയാണ്. 7ാം സ്ഥാനത്തുള്ളത് S ശങ്കറിന്റെ സംവിധാനത്തിൽ വിക്രം, എമി ജാക്സൺ, സുരേഷ് ഗോപി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ 2015 പുറത്തിറങ്ങിയ ഐ ആണ്. 19.8 കോടി രൂപയായിരുന്നു ഇതിന്റെ കേരളത്തിലെ കളക്ഷൻ. 6ാം സ്ഥാനത്തുള്ളത് S ശങ്കറിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ 2.0 എന്ന മൂവിയാണ്. രജനീകാന്ത്, അക്ഷയ് കുമാർ, എമി ജാക്സൺ എന്നിവർ അഭിനയിച്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 21.5 കോടി രൂപയാണ്. 5ാം സ്ഥാനത്തുള്ളത് അറ്റ്ലി സംവിധാനം ചെയ്ത് ജോസഫ് വിജയ്, നയൻതാര, ജാക്കി ഷ്രോഫ് എന്നിവർ അഭിനയിച്ച 2019 പുറത്തിറങ്ങിയ ബിഗിലാണ്. കേരളത്തിലാകെ 21.5 കോടി രൂപയായിരുന്നു ഇതിന്റെ കളക്ഷൻ. 4ാം സ്ഥാനത്തുള്ളത് 2022 പുറത്തിറങ്ങിയ പൊന്നിയൻ സെൽവമാണ്. മണിരത്നം, ശ്രുതി ഹരിഹര സുബ്രഹ്മണ്യൻ എന്നിവരുടെ സംവിധാനത്തിൽ വിക്രം, ഐശ്വര്യ റായ്, ജയം രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ഇതിന്റെ കേരളത്തിലെ ഗ്രോസ് കളക്ഷൻ 25.5 കോടി രൂപയായിരുന്നു. 3ാം സ്ഥാനത്തുള്ളത് കമൽഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ വിക്രം എന്ന മൂവിയാണ്. 40.5 കോടി രൂപയായിരുന്നു ഇതിന്റെ കേരളത്തിലെ കളക്ഷൻ. 2ാം സ്ഥാനത്തുള്ളത് നെൽസൺ ദിലീപ് കുമാർ സംവിധാനത്തിൽ രജനീകാന്ത്, മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി 2023 പുറത്തിറങ്ങിയ ജയിലറാണ്. 57.1 കോടി രൂപയായിരുന്നു ഇതിന്റെ കേരളത്തിലെ കളക്ഷൻ. 1ാം സ്ഥാനത്തുള്ളത് ജോസഫ് വിജയ്, സഞ്ജയ് ദത്ത്, തൃഷ കൃഷ്ണൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2023 പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ ആണ്. കേരളത്തിലാകമാനം 59.5 കോടി രൂപയായിരുന്നു ഇതിന്റെ കളക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമകൾ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.